ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അങ്ങനെ പാട്ട ഗേൾസും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അനുമോൾ മിണ്ടുമായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ എന്തായാലും ഷാനവാസ് കാര്യമുള്ള കാര്യത്തിന് മാത്രം എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ പണ്ടത്തെ പോലെ ഇരുന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പൂമ്പാറ്റകളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞു. മോർണിംഗ് ടാസ്കിൽ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു സത്യം പറഞ്ഞാൽ. അതിൽ ഷാനവാസ് എന്ന് പറഞ്ഞത് അക്ബറിൻ്റെ ഉള്ള ഓർമ്മകളായിരുന്നു. അന്ന് ആ മൈജി കോണറിൽ പോയിരുന്നവർ സംസാരിച്ചത് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആദിലയ്ക്കും നൂറയ്ക്കും. അവർ കിച്ചണിൻ്റെ അവിടെ എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടെയുള്ളവരെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ശത്രുക്കളായി കണ്ടവരുടെ ഓർമ്മകളാണെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു കുശുമ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ അനുമോളാണെങ്കിലും അപ്പാനിയുടെ ജയിലിൽ പോയ ആ ഒരു സംഭവമാണ് പറഞ്ഞത്. അപ്പം ആദിലയ്ക്കും നൂറയ്ക്കും ഇപ്പം എന്താ പറയുക, എന്തോ ഇമോഷണൽ കാർഡ് പുറത്തേക്ക് ഇറക്കി കളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നത്. പ്രത്യേകിച്ച് കോണ്ടൻ്റ് ഒന്നും അവർക്കില്ല, ഇമോഷണൽ ആകുക. ആരും നമുക്കില്ല ബേബി, നമ്മൾ മാത്രമേ നമുക്കുള്ളൂ ബേബി എന്ന് പറഞ്ഞുള്ള പൂമ്പാറ്റകളുടെ ആ കളികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സ്ഥലത്ത് അവർക്ക് ബ്ലൈൻഡ്സ് ഇട്ടേക്കുവാണ്, അതുകൊണ്ട് അവർ പുറത്താണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്ത് സാബുമാനും ലക്ഷ്മിയും ഷാനവാസും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കുറച്ച് ഉന്മേഷം തോന്നുന്നുണ്ട്, എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ പാവയുടെ ആ കളി കളിക്കാഞ്ഞത്. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ചിലപ്പോൾ വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ വന്നപ്പോൾ ഉള്ള സംഭവങ്ങൾ, പിന്നെ ഒരു ബ്രദർ വന്ന് ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അവനോട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് മാറ്റാനും, പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം മാറ്റാനും, പിന്നെ ബോഡിയിൽ നിന്നുള്ള എന്താ പറയുക അഴുക്കുകൾ മാറ്റാനും ഒക്കെ ആയിട്ട് ഇവന്, അതായത് ഡോക്ടർ വരാൻ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു തടി കുറയ്ക്കണം എന്ന്, അത് കുറച്ചു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദിലയും നൂറയും അനുമോളും ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ അനുമോൾ ഇവരോട് മിണ്ടുന്ന പോലും ഇല്ല. എന്തൊക്കെയോ മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അനുമോൾ മിണ്ടുന്നില്ല. അവസാനം ബേബികൾ തന്നെ ഒറ്റയ്ക്കായിട്ടുണ്ട്. ബേബികളൊക്കെ ഒറ്റയ്ക്കായി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കും. കാരണം ഇവരുടെ ഓർമ്മകൾ ആരും പറഞ്ഞില്ല. കാരണം ഓർമ്മകൾ വേണം, ഇവരെ കൊണ്ടുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം പൂമ്പാറ്റകൾ അവിടെ ഇങ്ങനെ പാറി പറന്ന് നടപ്പുണ്ട്. അനുമോൾ മിണ്ടുന്നില്ല. ഷാനവാസ് കാര്യമുള്ള കാര്യത്തിന് മാത്രമേ മിണ്ടുന്നുള്ളൂ. ഇപ്പോഴും കള്ളിയായ ആദില ഇതുവരെ നോമിനേറ്റ് ചെയ്ത കാര്യങ്ങളെ സമ്മതിച്ചിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം, പാവം മോഷ്ടിച്ചത് അവളാന്ന് സമ്മതിച്ചിട്ടില്ല. അപ്പം എന്തുകൊണ്ടെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് ഒരു സീസണിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു കാര്യം തന്നെ 50 പ്രാവശ്യം പറയുക, ചെയ്തിട്ടില്ല. ഈവൻ നൂറയോട് പോലും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്. അപ്പം ഷാനവാസ്, ലക്ഷ്മി, സാബുമാൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിലെ നൂറയെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ്സ് എ പോസസീവ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ ഇവർ യൂസ് ചെയ്യുമായിരുന്നു ഓരോ കാര്യത്തിന് വേണ്ടി. അക്ബറും ഷാനവാസും തമ്മിലൊരു ബോണ്ട് അന്ന് ആ വഴക്കിന് ശേഷം ഉണ്ടായിരുന്നു. എന്നാൽ അക്ബറിനെതിരെ പറഞ്ഞ് തിരിച്ചത് ഷാനവാസാണ്. അപ്പോൾ ഷാനവാസിന് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് അവനോട് ഇന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇനി 10-25 ദിവസം കൂടെ ഉള്ളൂ. എനിക്ക് ഇനി ഇപ്പോൾ എന്താണെന്നറിയാം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ അറിയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങനൊരു ബോധോദയം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാൻ തന്നെ തുടങ്ങിയത്, അല്ലെങ്കിൽ ഞങ്ങൾ മിണ്ടത്ത് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം പൂമ്പാറ്റകൾ എന്തൊക്കെ ഇനി ചെയ്ത് കൂടുന്നത്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.